നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ ഹാൻഡ്ലിങ് ആൻഡ് സ്റ്റോറേജ്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ്. ഇത് 10 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ സാധാരണ ലാബിലൊക്കെ വെക്കുന്നത് പോലെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു കെയർ ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ വേണം. സിമ്പിളാണ്, വായിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഗ്രേറ്റ് കെയർ ഹാസ് ടു ബി ടേക്കൺ ഇൻ ഹാൻഡ്ലിങ് ആൻഡ് സ്റ്റോറേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴത്തേനും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ ആൻ ഏരിയ നോട്ട് ഫ്രീക്വൻ്റ്ലി വിസിറ്റഡ് ബൈ പീപ്പിൾ. എപ്പോഴും ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കരുത് നമ്മളിത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതായത് കുറച്ച് റിമോട്ട് ഏരിയാസിൽ വേണം നമ്മളിത് സ്റ്റോർ ചെയ്യാനായിട്ട്. അതുപോലെ തിക്ക് ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഷീൽഡഡ് ആയിരിക്കണം. മെയിൻലി ഒരു ലെഡ് ഷീൽഡിങ് ആയിട്ടുള്ളതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഷീൽഡിങ് ആവശ്യമാണ്. തിക്ക് ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ വേണം റേഡിയോ ആക്റ്റീവ് ലിക്വിഡ്സ് ആണെങ്കിലും സബ്സ്റ്റൻസ് ആണെങ്കിലും നമ്മളത് സ്റ്റോർ ചെയ്യാനായിട്ട്. ആ ഏരിയാസ് ഞാൻ പറഞ്ഞു റിമോട്ട് ഏരിയ ആയിരിക്കണം. പക്ഷേ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇറ്റ് മസ്റ്റ് ബി റെഗുലർലി ചെക്ക്ഡ്. റേഡിയോ ആക്റ്റീവ് അതായത് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ അപ്പോൾ അത് റെഗുലർലി ചെക്ക് ചെയ്തിരിക്കണം. വർക്കിംഗ് ഏരിയ കണ്ടാമിനേറ്റ് ആവാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ഏരിയ ചെയ്യുന്ന സ്ഥലത്ത് ഇത് സ്പ്രെഡ് ആകാനോ മീൻസ് അത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ ആ ടൈമിന് അത് സ്പ്രെഡ് ആകാനോ ഒന്നും പാടില്ല. വർക്കിംഗ് ഏരിയ ഷുഡ് നോട്ട് ഗെറ്റ് കണ്ടാമിനേറ്റഡ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കൊണ്ട് കണ്ടാമിനേറ്റ് ആവാൻ പാടില്ല. റേഡിയോ ആക്റ്റീവ് ലിക്വിഡ്സ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും അബ്സോർബൻ ടിഷ്യൂസ് അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മളത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മളിത് ഹാൻഡിൽ ചെയ്യുമ്പോൾ റബ്ബർ ഗ്ലൗസ് യൂസ് ചെയ്യണം. മസ്റ്റായിട്ടും റബ്ബർ ഗ്ലൗസ് വെച്ചിട്ട് വേണം നമ്മളിത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ നിങ്ങൾ സ്റ്റാൻഡർഡൈസേഷനൊക്കെ ചെയ്യുമ്പോൾ പിപ്പറ്റ് ഔട്ട് ചെയ്യാറുണ്ട് അല്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡൊക്കെ. അപ്പോൾ അത് നോർമലി നമുക്കിപ്പോൾ അത് കുറച്ചൊക്കെ ഒന്ന് അതിൽ പോകാൻ പാടില്ല, എന്നാൽ പോലും ഉള്ളിൽ പോയാലും നമുക്ക് വലിയ പ്രശ്നമില്ല. ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗത്ത് ഉള്ളിൽ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ കേസിൽ നമ്മളിത് ഒരിക്കലും പിപ്പറ്റ് ഔട്ട് ചെയ്യാൻ പാടില്ല, പിപ്പറ്റ് യൂസ് ചെയ്യാൻ പാടില്ല റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഹാൻഡിൽ ചെയ്യുന്ന ടൈമിന്. പിന്നെ നമുക്കിത് റേഡിയോ ആക്ടിവിറ്റി നമുക്കിത് അതിൻ്റെ ആക്ടിവിറ്റി കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളിത് വലിച്ചെറിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി പോയി എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ നമ്മളിത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. റിമോട്ട് ഏരിയാസിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ഷീൽഡഡ് ആയിരിക്കണം. തിക്ക് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ലിക്വിഡ്സ് നമ്മൾ എടുക്കുമ്പോഴത്തേനും എന്തെങ്കിലും എന്താ പറയുക ടിഷ്യൂസ് അതുപോലെയുള്ള ഏതെങ്കിലും രീതിയിൽ അത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വൈപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട്. പിപ്പറ്റ് ഔട്ട് ചെയ്യാൻ പാടില്ല. ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിൽ റബ്ബർ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മളത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. പിന്നെ റിമോട്ട് ഏരിയാസിൽ വേണം സ്റ്റോർ ചെയ്യാൻ. പക്ഷേ ഫ്രീക്വൻ്റ്ലി നമ്മളത് പോയി റെഗുലർലി ചെക്ക് ചെയ്യണം. ഇനി അത് നമ്മൾ അതിൻ്റെ ത്രോ ചെയ്യുകയാണെങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് റേഡിയോ ആക്ടിവിറ്റി പോയി എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ അത് ത്രോ ചെയ്യാവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രിക്കോഷൻസ് സെയിം തന്നെയൊക്കെയാണ് പറയുന്നത്. എന്താ പറയുക, ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫോസെപ്സ് പോലെയുള്ള അങ്ങനെ ഏതെങ്കിലും സബ്സ്റ്റൻസ് കൊണ്ട് അല്ലാതെ കൈ കൊണ്ട് നമ്മൾ എടുക്കുന്നതിനേക്കാളും അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. ഷീൽഡിങ് ആവശ്യമാണ്. അതുപോലെ ആരാണോ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കും കറക്റ്റായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡിങ് ആവശ്യമാണ്. പിന്നെ നമ്മൾ സാധാരണ ലാബിൽ പറയുന്നത് പോലെ സ്മോക്കിംഗ്, ഈറ്റിംഗ്, ഡ്രിങ്കിങ് ആക്ടിവിറ്റീസ് അതൊന്നും നമ്മൾ ലാബറട്ടറിയിൽ ചെയ്യാൻ പാടില്ല. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഹാൻഡിൽ ചെയ്യുന്നിടത്ത് നമ്മളിതൊന്നും ചെയ്യാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള ഒരു ലേബലിംഗ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന് കൊടുത്തിരിക്കണം. ഇന്നതാണ് അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദീസ് മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ് ഇൻ സ്യൂട്ടബിൾ ലേബിൾഡ് കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ഷീൽഡിങ് കൊടുക്കുമ്പോൾ ലെഡ് ഷീൽഡിങ് ആണ് പ്രിഫറബിളി നമ്മൾ കൊടുക്കുക. പിന്നെ ഡിസ്പോസൽ നടക്കുമ്പോൾ നന്നായിട്ട്, അതായത് റേഡിയോ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് മാറിയതിനു ശേഷം മാത്രമാണ്
കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് നമുക്ക് സിമ്പിളാണ്, വായിച്ചാൽ മനസ്സിലാകാവുന്നതാണ്. പക്ഷേ ഓക്കെ, എന്നാൽ ഇത് വിട്ട് കളയാമെന്ന് വിചാരിക്കരുത്. 10 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഇത്രയും പോയിൻറ്റ്സ് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വായിച്ചിട്ട് തന്നെ വേണം പോകാനായിട്ട്. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഫാർമസിയിലൊക്കെ സ്റ്റോർ ചെയ്യുമ്പം കറക്റ്റായിട്ട് അതിനൊരു അതായത് ഫാർമസിയിൽ ഇതൊക്കെ സ്റ്റോർ ചെയ്യുമ്പം അതിൻ്റെ സ്റ്റോറേജ് സ്പേസ്, വർക്കിംഗ് ഏരിയ, ഡിസ്പോസൽ പ്രോട്ടോക്കോൾ, അത് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, അതിൻ്റെ ആക്ടിവിറ്റീസ്, മോണിറ്ററിങ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രൊമൈസസ്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചെക്കിങ്, ഇതെല്ലാം എന്താ പറയുക, അതിനൊക്കെ കറക്റ്റായിട്ട് രേഖകളും കാര്യങ്ങളും എല്ലാം വേണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രിക്റ്റ് റിക്വയർമെൻറ്റ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ഫോർ ദ റിക്വയർമെൻറ്റ് ഓഫ് റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോർഡ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ഫാർമസി. അപ്പോൾ അവിടെയൊക്കെ സ്റ്റോർ ചെയ്യുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ബാക്കിയുള്ള ഏരിയാസ് ഇതിനായിട്ട് വേണ്ടി മാത്രമുള്ളതാണ്. ഹോസ്പിറ്റൽ ആൻഡ് ഫാർമസിയിൽ സ്റ്റോർ ചെയ്യുമ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതിൻ്റെ കറക്റ്റായിട്ടുള്ള എല്ലാ എന്താ പറയുക ഫയൽസും കാര്യങ്ങളും എല്ലാം കറക്റ്റായിരിക്കണം.